225%. എന്താണെന്നറിയോ? കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് വെള്ളിയിൽ നിന്നുണ്ടായ നേട്ടമാണിത്. ഭയങ്കരമല്ലേ? പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല കേട്ടോ. ഇത് മെറ്റൽ സെക്ടറിൽ മൊത്തത്തിൽ കാണുന്ന ഒരു വലിയൊരു മുന്നേറ്റത്തിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോഹങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത്? അപ്പോൾ ഈ കുതിപ്പിന് പിന്നിലെ പ്രധാന ഡ്രൈവർ എന്താണെന്ന് വെച്ചാൽ ആഗോളതലത്തിൽ നടക്കുന്ന ചില വലിയ മാറ്റങ്ങളാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ഇലക്ട്രിക് കാറുകൾ, സോളാർ പാനലുകൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ഇവയെല്ലാം ഉണ്ടാക്കാൻ എന്തു വേണം? ചെമ്പ്, അലുമിനിയം, വെള്ളി പോലുള്ള ലോഹങ്ങൾ കൂടിയേ തീരൂ. അപ്പോൾ ലോകം മൊത്തം ഈ ഗ്രീൻ എനർജിയിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും മാറുമ്പോൾ സ്വാഭാവികമായും ഈ മെറ്റൽസിന്റെ ഡിമാൻഡ് റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ഇതൊരു താൽക്കാലിക ട്രെൻഡല്ല, ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യം എന്തുകൊണ്ടാണ് മെറ്റൽസ് ഇത്രയും ഡിമാൻഡിലെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിൻ്റെയും സ്വർണത്തിൻ്റെയും ചാർട്ടുകൾ നോക്കി ഈ ട്രെൻഡിൻ്റെ ശക്തി ഒന്നളക്കും. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന സ്റ്റോക്കുകളിലേക്ക് നമ്മൾ ഊളിയിടും. അവസാനം ഈ പറഞ്ഞ പ്രധാന ലെവലുകളെല്ലാം അടങ്ങുന്ന ഒരു ചീറ്റ് ഷീറ്റ് കൂടി ഞാൻ തരാം. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, എന്തുകൊണ്ടാണ് ഈ ലോഹങ്ങൾ ഇത്രയധികം തിളങ്ങുന്നത്? ആഗോളതലത്തിൽ ഡിമാൻഡ് കൂടുന്ന ഈ സാഹചര്യം എങ്ങനെയാണ് ഈ സെക്ടറിന് ഒരു സുവർണാവസരം ഒരുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നേരെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം. ഭാഗം 2, നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ്. ഈ ഗ്ലോബൽ ട്രെൻഡ് നമ്മുടെ സ്വന്തം മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിൻ്റെ വീക്ക്ലി ചാർട്ടാണ്. ഇതിൽ ഈ ഒരു പാറ്റേൺ കണ്ടോ? ഇത് ശരിക്കും ഒരു പടി കയറുന്നത് പോലെയാണ്. ഓരോ പുതിയ പടിയും പഴയതിനേക്കാൾ ഉയരത്തിലാണ്. ടെക്നിക്കൽ ഭാഷയിൽ നമ്മളിതിനെ ഹയർ ഹൈ, ഹയർ ലോ എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റ് ചെറുതായൊന്ന് താഴോട്ട് വരുമ്പോഴേക്കും വാങ്ങാൻ ആളുകൾ റെഡിയായി നിൽക്കുന്നു. അതായത് ട്രെൻഡ് വളരെ സ്ട്രോങ് ആണ്. ഇനി ഈ ചാർട്ടിൽ കാണുന്ന വളരെ രസകരമായ ഒരു ടെക്നിക്കൽ കാര്യമുണ്ട്. അതിനെ ചേഞ്ച് ഇൻ പൊളാരിറ്റി എന്നാണ് പറയുക. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ചിന്തിക്കുക. മുൻപ് വിലയെ മുകളിലേക്ക് പോകാൻ സമ്മതിക്കാതിരുന്ന ഒരു സീലിംഗ് ഉണ്ടായിരുന്നു. വില അതിനെയും ഭേദിച്ച് മുകളിൽ പോയി കഴിഞ്ഞാൽ അതേ സീലിംഗ് പിന്നെ ഒരു ഫ്ലോറായി മാറും. അതായത് മുൻപത്തെ തടസ്സം ഇപ്പോൾ ഒരു താങ്ങായി മാറി. ഇത് ആ മുന്നേറ്റത്തിന് കൂടുതൽ ശക്തിയുണ്ടെന്നതിൻ്റെ ഒരു സൂപ്പർ സിഗ്നലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്പറുകൾ ഏതൊക്കെയാണ്? JEPL ക്യാപിറ്റലിൻ്റെ അനാലിസിസ് പ്രകാരം 10,000 എന്ന് പറയുന്ന ലെവൽ ഒരു പാറ പോലെ ഉറച്ച സപ്പോർട്ട് സോണാണ്. ഇൻഡെക്സ് ഇതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് 13,154 അതുകൊണ്ട് ഈ 10,000 എന്ന ലെവൽ നമുക്ക് ഈ ബുള്ളിഷ് ട്രെൻഡിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് തന്നെ കാണാം. ഓക്കേ, അടുത്ത സെക്ഷൻ. നമ്മൾ ഇതുവരെ ഇൻഡസ്ട്രിയൽ മെറ്റൽസിനെ കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. സ്വർണവും ഒരു സുവർണ കുതിപ്പിലാണ്. ഈ ഒരു മുന്നേറ്റം മെറ്റൽ സെക്ടറിന്റെ മൊത്തത്തിലുള്ള പോസിറ്റീവ് ഔട്ട്ലുക്കിന് എങ്ങനെ ബലം നൽകുന്നു എന്ന് നോക്കാം. ഇനി നമുക്ക് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ചാർട്ട് നോക്കാം. ഇവിടെ ഡിസംബർ 2023 ഒരു വളരെ നിർണായകമായ ബ്രേക്ക്ഔട്ട് നടന്നത് നിങ്ങൾക്ക് കാണാം. ഒരുപാട് നാളത്തെ ഒരു സൈഡ് വേസ് ചലനത്തിന് ശേഷം വില കെട്ടിനിർത്തി അണക്കെട്ട് പൊട്ടിച്ച് കുതിച്ചുയർന്നതുപോലെയായിരുന്നു അത്. ഈ ബ്രേക്ക്ഔട്ടിന് ശേഷം സ്വർണത്തിന്റെ യാത്രയ്ക്ക് വേഗത കൂടിയത് കണ്ടില്ലേ? ഇതിനർത്ഥം പുതിയ ഇൻവെസ്റ്റേഴ്സ് വളരെ ആവേശത്തോടെ സ്വർണത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ്. സ്വർണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സപ്പോർട്ട് ലെവൽ 1,33,000 രൂപയാണ്. വില ഇതിന് താഴേക്ക് പോകാത്തിടത്തോളം കാലം ഈ ബുള്ളിഷ് ട്രെൻഡ് സേഫ് ആണ്. ഇനി മുകളിലേക്കുള്ള ടാർഗറ്റുകൾ നോക്കിയാൽ ടെക്നിക്കൽ അനലിസ്റ്റുകൾ ഫിബൊനാച്ചി എന്നൊരു ടൂൾ ഉപയോഗിച്ചാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. JEPL ക്യാപിറ്റലിന്റെ വിശകലനം പറയുന്നത് അടുത്ത ലക്ഷ്യങ്ങൾ 1,68,000 രൂപ, അത് കഴിഞ്ഞാൽ 1,82,000 രൂപ എന്നിവയാണെന്നാണ്. അപ്പോൾ നാലാമത്തെ ഭാഗം. ഇനി നമുക്ക് കുറച്ചുകൂടി സൂം ഇൻ ചെയ്യാം. JEPL ക്യാപിറ്റൽ പ്രത്യേകം എടുത്തു പറയുന്ന ചില സ്റ്റോക്കുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ദാ ഈ 2 ചാർട്ടുകളും നോക്കൂ. ഇടതുവശത്ത് ഹിന്ദുസ്ഥാൻ കോപ്പർ അതിൻ്റെ 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വിലയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്? കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ സ്റ്റോക്ക് വാങ്ങിയ ഭൂരിഭാഗം പേരും ഇപ്പോൾ ലാഭത്തിലാണ്. ഇനി വലതുവശത്ത് നോക്കിയാൽ വേദാന്ത അതിൻ്റെ എക്കാലത്തെയും ഉയർന്ന വില ഭേദിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ 2 സ്റ്റോക്കുകളിലും വളരെ ശക്തമായ ഒരു പോസിറ്റീവ് മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും. വേദാന്തയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഒരു ചെറിയ കാര്യമല്ല. 2010 മുതൽ, അതായത് 10 വർഷത്തിലധികമായി വിലയെ തടഞ്ഞു നിർത്തിയിരുന്നത് ഒരു വലിയൊരു മതിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഇടിച്ചു നിർത്തിയിരിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസിന്റെ ലോകത്ത് ഇതൊരു വലിയ സംഭവമാണ്. ഇത് പലപ്പോഴും ഒരു പുതിയ ദീർഘകാലത്തേക്കുള്ള ഒരു ബുള്ളിഷ് ഘട്ടത്തിന്റെ തുടക്കമായാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് നാഷണൽ അലുമിനിയമാണ്. ഈ ചാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം വില മുകളിലേക്ക് പോകുമ്പോൾ ഒപ്പം ട്രേഡിംഗ് വോള്യൂം കൂടുന്നു എന്നതാണ്. ഇതിനെ നമുക്കൊരു കാറിന്റെ ആക്സിലറേറ്ററുമായി ഉപമിക്കാം.
വില കൂടുമ്പോൾ കൂടുതൽ ആളുകൾ വാങ്ങാനായി വരുന്നു, അതായത് വോളിയം കൂടുന്നു. ഇത് ആ മുന്നേറ്റത്തിന് കൂടുതൽ ഇന്ധനം നൽകുന്നു. ട്രെൻഡ് വെറും ശക്തം മാത്രമല്ല, ഒരുപാട് പേർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഉറപ്പാണിത്. അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ പ്രധാനപ്പെട്ട നമ്പറുകളും ഒറ്റയടിക്ക് കാണാൻ പറ്റുന്ന ഒരു ചീറ്റ് ഷീറ്റാണിത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു സംഗ്രഹം. നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ്, സ്വർണം, പിന്നെ നമ്മൾ സംസാരിച്ച ഓരോ സ്റ്റോക്കിൻ്റെയും പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകൾ, അതായത് താഴെ ശ്രദ്ധിക്കേണ്ട നിലകൾ, അതുപോലെ മുകളിലേക്കുള്ള ടാർഗറ്റുകൾ എല്ലാം ഈ ടേബിളിലുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു വഴികാട്ടിയായി ഉപയോഗിക്കാം. വേണമെങ്കിൽ ഈ ടേബിളിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ GEPL ക്യാപിറ്റലിൻ്റെ ഈ വിശകലനം വ്യക്തമായി വിരൽ ചൂണ്ടുന്നത് മെറ്റൽ സെക്ടറിലെ ഈ പോസിറ്റീവ് ട്രെൻഡ് ഇനിയും തുടരാൻ സാധ്യതയുണ്ടെന്നാണ്. നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഏത് മെറ്റൽ സ്റ്റോക്കാണ് ഇനി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പോകുന്നത്? മെറ്റൽ സെക്ടറിനെക്കുറിച്ചുള്ള ഈ വിശദമായ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും അനാലിസിസിനും വേണ്ടി നിങ്ങൾക്ക് GEPL ക്യാപിറ്റലിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് സ്വന്തമായി പഠിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.